ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇവിടെ ഗുഡ് നൈറ്റാ. എന്താ? ഇവിടെ ഗുഡ് നൈറ്റ് ആണ്. അതെ 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 അതെ, ഇവിടെ ഗുഡ് എങ്ങനെയുണ്ട് മോർണിംഗ്. ഷോയൊക്കെ? ഷോയൊക്കെ വളരെ സക്സസ്ഫുൾ ആയിരുന്നു, എല്ലാം നന്നായിട്ട് നടന്നു. ഉച്ചക്ക് ഓക്കെ, വെരി എങ്ങനെയുണ്ട്? ഗുഡ്. ഹൗ ആർ യു? ഇടക്കിടക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് ചില ഓക്കെ, റീൽസ് കട്ട്സ് ഒക്കെ. കേൾക്കാമോ? കേൾക്കാം കേൾക്കാം, കേൾക്കാവോ? യാ യാ, ഞാൻ ചോദിച്ച ഹൗ ആർ യു എന്ന്. അത് കട്ടായി പോയി, അവിടെ ഫ്രെയിം ബ്രേക്ക് ആയി പോയി. ഐ എം ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ, എങ്ങനെയുണ്ട് ട്രിപ്പ് ഒക്കെ? ഇപ്പൊ എവിടെയുള്ളേ? ഞാൻ ന്യൂയോർക്കിലാണ്. ന്യൂയോർക്കില്ലേ? ഇനിയിപ്പോ എത്ര ദിവസം ഉണ്ട് ഷോ? ഷോ എല്ലാം കഴിഞ്ഞു. ഞാൻ നമ്മുടെ കഴിഞ്ഞല്ലേ? ഞാൻ തേർഡിന് തിരിച്ചു വരും. ഓക്കെ ഓക്കെ ഓക്കെ. നാളെയാണ് നമ്മുടെ റിലീസ്. ഇവിടെ ഇവിടെ എവിടെയൊക്കെ ഉണ്ടാവും ആ സമയത്ത്? ഇന്ന് രാത്രിയാണ് യു എസിലെ. എനിക്ക് തോന്നുന്നു അവിടുത്തെ സമയം ഇവിടുത്തെ 11:30 11:45 റിലീസ്. ഓക്കെ ഓക്കെ. അവിടെ കാണുന്നുണ്ടോ അതോ? കാണണം. കാണാനുള്ളൊരു പരിപാടി ഉണ്ട്, നോക്കാം. ആ, ഉച്ചയൊക്കെ കാണുന്നുണ്ടോ? ഞാൻ ചിലപ്പോ ദുബായിക്ക് പോകും രാവിലെ. അവിടെ ഒന്ന് കാണാൻ സാധ്യതയുണ്ട്. അവിടെ ഒരാള് ദുബായ് ചിലപ്പോ ഒരു കാണുന്നു, തിയേറ്റർ വെച്ചിട്ടെങ്കിലും ഉണ്ടാവും. ഒരാള് ഒരാള് ദുബായിൽ കാണുന്നു, ഒരാൾ യു എസിൽ കാണുന്നു. ഇവിടെയൊക്കെ മലയാളികളുണ്ടല്ലോ. പിന്നെ ലോകം മുഴുവനില്ലേ. അപ്പൊ എല്ലാരും വളരെ ഈഗർലി വെയിറ്റിംഗ് ആണ് ആ സിനിമയ്ക്ക്. അതെ അതെ. കുറെ നാളത്തെ കഷ്ടപ്പാടും അധ്വാനം ഒക്കെയാണ്. നടക്കുന്നു. എല്ലാരും ഒരുപാട് നാള് കഴിഞ്ഞ് വരുന്നൊരു സിനിമയല്ലേ നമ്മൾ ഒരുമിച്ച്. അതെ, നമ്മൾ തീർച്ചയായിട്ടും ഒന്നിച്ചുള്ള സിനിമ. ചാക്കോച്ചൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കണ്ടില്ല. വരുമായിരിക്കില്ല. പക്ഷേ ചാക്കോച്ചോ വരുന്നുണ്ടോ? ചാക്കോച്ചൻ വരാമെന്ന് വളരെ പറഞ്ഞിട്ടുണ്ട്. വലിയ എക്സ്പെക്ടേഷൻ ആണ് സിനിമ. അതെ, ആളുകളുടെ പ്രതീക്ഷകൾ. ഈ പ്രതീക്ഷ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. പ്രതീക്ഷയുണ്ട്, എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നറിയില്ല. അതാണ് ഏറ്റവും വലിയ ടെൻഷൻ. നമ്മുടെ ഉള്ളതല്ലേ നമുക്കുള്ളൂ. അവര് വേറെ എല്ലാ പലതൊക്കെ സിനിമയും പ്രതീക്ഷിച്ചിരുന്നാൽ കുഴപ്പമായി പോകും. നമ്മുടെ ഉള്ളതിനെ പ്രതീക്ഷിക്കണേ. ഇത് മലയാള സിനിമയുടെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആണ്. പിന്നെ ഇനി ഇങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാവണമെങ്കിൽ ഈ സിനിമ നന്നായിട്ട് കളക്ഷൻ ആവണം. പ്രൊഡ്യൂസർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണം, മടക്കെങ്കിലെങ്കിലും ലാഭം ചേർത്ത്, എന്നാലൊക്കെ ഉണ്ടാവും മലയാള സിനിമ. ഇതൊരു വലിയ ഉത്തരവാദിത്തം നമ്മളെക്കാൾ കൂടുതൽ പ്രേക്ഷകർക്കാ ഇതൊന്ന് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത്. പിന്നെ ട്രെയിലറും നമ്മളത് കാര്യങ്ങളും ഒക്കെ കാണുമ്പോ അതൊരു ഒരു അതെ, എന്താണ് ഇത് ഒരു നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമയാവണമെന്നാണ്. അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടുക പണി. ദിസ് ഇസ് ഒരു ഗേറ്റ് ക്രാഷ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ വലിയ സിനിമകൾ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതിന്റെ ഒരു തെളിവും കൂടെ അല്ലേ ഇത്തരം ചിത്രങ്ങൾ. നമുക്കും പറ്റും. പക്ഷെ ഇനി അങ്ങോട്ട് തുടരണമെങ്കിൽ ഇതിന്റെ ഫലമനുസരിച്ചിരിക്കും. പൊളിയുണ്ട്. നമ്മുടെ കണ്ടന്റ് വൈസും അതിന്റെ മേക്കിംഗ് വൈസും കണ്ടന്റ് വൈസിന്റെ അത് ആർട്ടിസ്റ്റ്. മാത്രമല്ല, ഈ സിനിമ പറയുന്ന ഒരു ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സോഷ്യൽ ലൈഫിനെ, നമ്മുടെ പേഴ്സണൽ ലൈഫിനെ, നമ്മുടെ എല്ലാ തരത്തിലുള്ള ജീവിതത്തെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് നമുക്കെതിരായിട്ട് വരുന്ന സമയത്ത് നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ കഥയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ. അവരെ സപ്പോർട്ട് ചെയ്യണമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് ഈ വെളിയിലുള്ള ശത്രുക്കൾ മാത്രമല്ലോ, അത് തോന്നില്ലേ, പലതരത്തിൽ, പല രൂപത്തിൽ. അല്ലെ, പുതിയ ടെക്നോളജി വളരുന്നതനുസരിച്ച് അത് നന്നായിട്ട് ഉപയോഗിച്ചാൽ ഏറ്റവും നല്ലതാണ്. അതിന് പിന്നെ മോശമായിട്ട് ആറ്റം ബോംബ് വരെ, പക്ഷെ അത് ആറ്റോമിക് നമ്മൾ എനർജി വരെ നന്നായിട്ട് ഉപയോഗിക്കാം. പക്ഷെ ആൾക്കാർ അതുകൊണ്ട് ബോംബ് ഉണ്ടാക്കിയെങ്കിൽ അതിനെ എങ്ങനെ തടയാൻ പറ്റും, അല്ലെങ്കിൽ അത് അതിനെ തടയാൻ അങ്ങനെ ശ്രമിക്കുന്നവരുടെ ഒരുപാട്. കഥയാണത്. അതെ, എസ്പെഷ്യലി മെയിൻലി ചിൽഡ്രൻ, കുട്ടികൾ. ബോബൻ 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 വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും അങ്ങനെ ലാലേട്ട, ഞാൻ എപ്പോഴും ഗുഡ് മോർണിംഗ്. ലാലേട്ട, ഗുഡ് ഗുഡ് മോർണിംഗ്. മോർണിംഗ്. മമ്മൂക്ക, ഗുഡ് ഈവനിങ്. നിങ്ങൾ എവിടെയാണ് ഇതിന്റെ ഇടയിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയണോ? ഇല്ല, ഞാൻ നാട്ടില് കേരളത്തിൽ തന്നെയുണ്ട്, കൊച്ചിയിലുണ്ട്. സിനിമ കണ്ടോ? എവിടെ കാണിക്കണ്ടേ അവിടെ നമ്മളെ. പ്രകാശ് വർമ്മ മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മുടെ അറിവിൽ. ആ ഒരു പ്രാങ്ക് വളരെ പ്രകാശ് ഇന്നലെ പോപ്പുലറായി. 1 മില്യൺ മുകളിലായി കഴിഞ്ഞു വ്യൂവർഷിപ്പ്. പ്രകാശ് അതിനെ സംഭവിച്ചു. യു എസിലാണോ കാണുന്നത് പടം? പിന്നെ ഞാൻ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ന്യൂയോർക്കിലാണ്. ഇത് രാത്രി ഇവിടെ 11:45 അവിടുത്തെ 9:15 അല്ലേ. അപ്പൊ നോക്കട്ടെ. ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം ഇത്രയും
വലിയൊരു സിനിമ, ഇത്രയും ആൾക്കാരുള്ളൊരു സിനിമ, എന്താണ് അവര് ചെയ്തിരിക്കുന്നതെന്നൊക്കെ അറിയാൻ മറ്റ് പ്രേക്ഷകരെ പോലെ എനിക്കും വലിയ ആഗ്രഹമുണ്ട്. കാര്യം മമ്മൂക്ക എവിടെ കാണുന്നേ? ഞാൻ ഇന്ന് നാളെ രാവിലെ പ്രൊഡ്യൂസർ ദുബായിക്ക് യു ആർ ഓൾസോ കമ്മിങ് നോ ദുബായ്? ഇല്ല ഇല്ല ഇല്ല, ഞാനില്ല. എന്താ വാട്ട് ഈസ് ദിസ് മാൻ? ഞാൻ ബാംഗ്ലൂരിലെ മലയാളികളുടെ കൂടെ ഇരുന്ന് കാണാമെന്ന് വിചാരിച്ചു. വൺ നൈറ്റ്. മലയാളികൾ മാത്രമല്ല, എല്ലാവരുടെയും കൂടെ. അയ്യോ, എല്ലാ ഞാൻ കേരളത്തിലാരും കാണുന്നില്ല. ഒരാൾ ദുബായിലെ, ഒരാൾ അമേരിക്കയിലെ, ഒരാൾ ബാംഗ്ലൂര്. ഇനി ഫഹദ് എവിടെയാണ് കാണുന്നത്? ഫഹദിനെ നമുക്ക് എറണാകുളത്ത് വിടാം. ഏ അല്ല, കുഞ്ചാവ് എന്റെ കൂടെ വരുന്നത് ഇങ്ങനെ എന്റെ ഭീഷണിപ്പെടുത്തുണ്ടായിരുന്നു. അത് അങ്ങനെ ഇന്ന് വെളുപ്പിനെ പറയുന്നത്. ഞാൻ ആ, വേറെ കുറച്ച് അത് പരിപാടി നാളെ ഹോളിഡേ അല്ലേ? ഷൂട്ടിംഗ് ഒന്നും ഇല്ലല്ലോ. നാളെ ഒരു ചെറിയൊരു പേഴ്സണൽ കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടെ ചെയ്തിട്ട് പേട്രിയറ്റും കൂടെ കണ്ട് ഓക്കെ ഓക്കെ, പിന്നെ വരാമെന്ന് വിചാരിച്ചു. കുഴപ്പമൊന്നുമില്ല. അവിടുത്തെ ഒരു തിയേറ്ററിൽ ഇപ്പൊ കണ്ടാൽ മതി, ആൾക്കാർ ഹാപ്പി ആവട്ടെ. ഇപ്പൊ ഇത് കാണുന്നവർ അവിടെ ഒന്നും ഉണ്ടാവുമല്ലോ. അതെ 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 അതെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വരെ കഴിച്ചല്ലോ അല്ലേ? ഞാനോ? ഇല്ല ഇല്ല, കഴിച്ചിട്ടില്ല. അല്ലല്ല, ഇത് നമ്മുടെ സിനിമ തമിഴിലും എല്ലാം റിലീസ് ഉണ്ടോ? തമിഴ്, തെലുങ്ക്? ഭാഷ നമ്മൾ അടുത്ത വീക്കിലേ ഉള്ളെന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം മലയാളം എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ഞാൻ ഓ ഓ ഓ. നോക്കിയപ്പോ എന്താണ്, അസർബൈജാൻ അല്ലല്ലോ, ഉസ്ബെക്കിസ്ഥാൻ ഏതൊരു സ്ഥലത്ത് ഒരു തിയേറ്ററിൽ കളിക്കുന്നു. അപ്പൊ നമ്മുടെ ബ്രിട്ടാസൊക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്ത് അവിടത്തെ തിയേറ്ററിൽ കളിക്കുന്നു. ആണല്ലേ? അടിപൊളി. മലയാളികളുണ്ടായിരിക്കും. ഈ മറ്റു ഭാഷകളൊക്കെ ഒരാഴ്ച എടുക്കും തോന്നുന്നു എല്ലാം സെൻസറായി വരാൻ. ഓ ഹോ ഹോ ഹോ. അത് കുഴപ്പമില്ല. ബാക്കി മലയാളം വരട്ടെ. മലയാളം കണ്ടിട്ട് നമുക്ക് തമിഴ് ആൾക്കാർക്ക് കാണാൻ ഒരു സമയം കൊടുക്കാം. അല്ല, ഞാൻ എന്താ അല്ലെങ്കിൽ ചോദിച്ചത്, ഞാനിവിടെ അതിന്റെ ട്രെയിലർ കണ്ടു പല ഭാഷയില്, തെലുങ്ക് ആ ഇല്ലേ? നേരത്തെ ഇറങ്ങിയാണല്ലോ. ട്രെയിലറിൽ നേരത്തെ ഇറങ്ങി. ഈ കൂടെ ഇപ്പൊ ഉണ്ടോന്ന് അറിഞ്ഞുകൂടാ. എന്റെ അറിവിൽ ഒരാഴ്ച കൊണ്ട് സമയം എടുക്കുമെന്നാണ് തോന്നുന്നു. നമ്മുടെ മഹേഷ് എവിടെ തീർച്ചയായിട്ടും ഉണ്ട്? എല്ലാ ലാംഗ്വേജിലും വേണം. കാര്യം ഒരുപാട് പേർക്ക് ഇത് കാണാനായിട്ട് അതെ ആഗ്രഹിച്ചിരിപ്പുണ്ട്. എല്ലാരും എന്തൊക്കെ പറയുന്നുണ്ട്. എല്ലാരും പറയും വരും ചെന്നാണ് പലരും പലരും ഇത് സബ് ടൈറ്റിലോടുകൂടി കാണുന്നവരായിരിക്കും കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആയിട്ട് കാണുന്നത്. മഹേഷ് നാരായണനെ ഒന്നും കാണാനില്ല. ഉറക്കത്തിൽ തന്നെ ഉറക്കമില്ലായ്മ കൊണ്ട് ഭ്രാന്തായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അയ്യോ. ഓരോ ദിവസം ഓരോ കറക്ഷൻ. ഇന്നലെയൊന്നും ഉറങ്ങിയിട്ടില്ല. ഇനിയിപ്പോ ഇന്ന് ഉറങ്ങുമെന്ന് എനിക്കറിയില്ല. മ്യൂസിക് ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, മഹേഷ്, എഡിറ്റർ എല്ലാരും ഭയങ്കരമായ സിനിമ റിലീസായി വളരെ സുഖമായിട്ട് എല്ലാവർക്കും ഉറങ്ങാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സന്തോഷത്തോടെ, സമാധാനത്തോടെ. അതെ, നമ്മളെ ഉറങ്ങാൻ ഉറങ്ങാന്ന് പോകും. പറയുന്നത് വലിയ കാര്യമല്ലേ? പുള്ളി ഉറങ്ങി എഴുന്നേറ്റേ ചാപ്പ എനിക്ക് എന്റെ ആഗ്രഹം സന്തോഷം കാരണം ഉറങ്ങാൻ പറ്റാതാവട്ടെ എന്നുള്ളതാണ്. അയ്യോ. ഓ അതുക്കും മേലെ. അങ്ങനത്തെ ഒരു സിനിമയാണ് എല്ലാരും പ്രതീക്ഷിക്കുന്നത്. ഞാനും അങ്ങനത്തെ സിനിമ ആയിരിക്കും എന്നാണ് ഞാനും വിചാരിക്കുന്നത്, എല്ലാരും ആഗ്രഹിക്കുന്നത്, അതെ പ്രാർത്ഥിക്കുന്നത്. അതെ അതെ. അതായത് എന്നാൽ നമ്മളൊരു ഇങ്ങനെ ഏറ്റവും ഒരു വലിയ സിനിമയില് തുടങ്ങുമ്പോ അല്ലെങ്കിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇത് ഏറ്റവും വലിയ സക്സസ് ആകണമെന്ന് ആഗ്രഹിക്കും. പിന്നെ അതിന് എല്ലാരും കൂടെ ചേർന്നിട്ട് ഒരു സിനിമയായി ഇതൊരു രണ്ടു ആ, മൂന്ന് എഫർട്ട് ഉണ്ട്. നമ്മൾ എല്ലാരും കൂടെ ചേർന്ന് സിനിമയ്ക്ക് ഒരു പുതിയ കാലം ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുന്നത് കൂടെയാണ്. ഇല്ലാത്ത സിനിമ എടുക്കാം വേണമെങ്കിൽ, അതല്ല. പക്ഷെ എന്നാലും നമ്മുടെ സിനിമയ്ക്ക് ഒരു പുതിയ കാലം, ഒരു പുതിയ മുഖം, പുതിയ ഈ സിനിമ ചക്രവാളങ്ങൾ എവിടെയൊക്കെയാണ് എനിക്കത് അത്രയും പുറത്തേക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ മമ്മൂട്ടിക്ക് എവിടെയൊക്കെയാ പോയി ഷൂട്ട് ചെയ്തിരിക്കുന്നല്ലേ? ഷാർജ, അസർബൈജാൻ, അതെ, അസർബൈജാനിലൊക്കെ നല്ല കൊടും തണുപ്പായിരുന്നു. UK. UK, ശ്രീലങ്ക. ശ്രീലങ്ക നിങ്ങൾ രണ്ടുപേരുണ്ട്. ഞങ്ങൾ രണ്ടുപേരുണ്ട്. നമ്മളെ അതിന്റെ സൈഡ് വരെ കൊണ്ടുപോയി, മറ്റടുത്തൊക്കെ നിങ്ങൾ പോയി. പിന്നെ ഈ രാജ്യങ്ങളെല്ലാം നമ്മൾ എറണാകുളത്ത് സെറ്റ് ചെയ്യുകയും ചെയ്തു അല്ലേ? ആവർത്തിച്ച് പറയുന്നുണ്ടേ. പക്ഷെ അത് എങ്ങനെയാണെന്നുള്ള ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ രീതിയിലാണല്ലോ നമ്മള് മഹേഷും അതിന്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ. അവര് പറയപ്പോ എല്ലാം അവിടെ എടുക്കാന്ന് പറയും കേട്ടോ. ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് ശരിക്കും പോയിട്ടുണ്ട് കേട്ടോ, UK-ലും ഒക്കെ. ഫൈറ്റ് സീക്വൻസ് നമ്മൾ രണ്ടെണ്ണം കണ്ടു. ലാലും കണ്ടു, ഞാൻ വളരെ ഇപ്പൊ പറയാം. ഞാൻ ഫ്ലൈറ്റിന്റെ ഉള്ളിലെ ആക്ഷൻ ഇസ് വെരി ഗുഡ്, എക്സലന്റ്. പക്ഷെ ലാലും മറ്റേ ആ ഹോസ്പിറ്റൽ എത്ര നേരം എടുത്തു ലിഫ്റ്റിനകത്തുള്ള ഫൈറ്റ് ഒക്കെ നല്ലതാ. നിങ്ങളുടെ ക്ലൈമാക്സ് പറഞ്ഞു കൊടുക്കാം. അതെ.
നമുക്ക് പക്ഷേ പറയാൻ ഈ എക്സൈറ്റ്മെന്റ് കൊണ്ട് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാ ഇങ്ങനെ വന്നു പോകുന്ന അപ്പുറത്തേക്ക്. അത് ഏതൊരു എനിക്കത് ഇത് സീരിയലിന്റെ മമ്മൂട്ടിക്ക് അതെല്ലാം ഇതിന്റെ കണ്ടു. മമ്മൂട്ടിക്ക് അതെല്ലാം കണ്ടു. ഞാൻ ഡബ് ഹേ, ചെയ്യുമ്പോ എന്റെ പോർഷൻ മാത്രമേ കണ്ടു. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ അവിടെയൊക്കെ ഉള്ളത് കൊണ്ട് കാണുന്നതാ. ഈ സ്ഥലത്തൊക്കെ ഞാൻ ഉള്ളത് കൊണ്ട് കാണുന്നതാ. അല്ലാതെ ഫഹദ് നമ്മള് നമ്മുടെ ഇതിൽ വരുന്നുണ്ടോ? ഇല്ല, ഫഹദിന് മിസ്സിങ്. അവനില്ല, വരുന്നില്ല. അവനൊക്കെ തപ്പിയെടുക്കാൻ പറ്റില്ല, പാടാ. എവിടെ അത് വരുന്നുണ്ട്? ഇല്ല 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 ഇല്ല. അങ്ങനെ കുറെ സെന്ററുകളിലുണ്ട് എല്ലായിടത്തും രോഗവ്യാപകമായി. അല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ ഇപ്പൊ ഈ നിങ്ങളെ രണ്ടുപേരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഒരു പ്രതിനിധിയാണ് ഞാൻ. ശരിക്കും നിങ്ങൾക്ക് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് അത് കാണാൻ വേണ്ടി കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു പറഞ്ഞോളൂ. ഇല്ലില്ല, ഞാൻ ഒരു പ്രേക്ഷകന്റെ പ്രതിനിധി മാത്രമാണ്. ഞാൻ നിങ്ങൾ രണ്ടുപേരും എന്താണ് പറയാനുള്ളത് ശരി, പ്രേക്ഷകരോട് ചോദിക്കൂ. അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ചോദിക്കൂ, പറയാം. പുള്ളിയോട് ആദ്യം ചോദിക്കും. നല്ല ഫ്രഷ് താഴെ ആയിട്ടിരിക്കും. അല്ലല്ല, താഴെ താഴെ ആരെങ്കിലും മമ്മൂട്ടിക്കായിട്ട് കമന്റുകളൊക്കെ ചോദിക്കുന്നുണ്ടോ മമ്മൂക്കയോട്? ഞാൻ കമന്റുകളൊന്നും കാണുന്നില്ല. ആ, ശരിയാണല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് അവരോട് ഇപ്പൊ തന്നെ കുഞ്ചാക്കോ മുത്തേന്ന് ആരോട് ചോദിക്കുന്നുണ്ടല്ലോ. ഏഹ്, ഒരു ഹായ് മാത്രം കാണുന്നുണ്ട് ഞാൻ, വേറൊന്നും അതല്ലാതെയൊക്കെ ഉണ്ട്, കാണുന്നില്ല. കുറെ ഉണ്ട്. ആണോ? ക്ലൈമാക്സ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ജെംസ്. ഇല്ല ഇല്ല, എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഹൈ ഒക്കെ ശരി, വരുന്നില്ല. നമുക്ക് ഇങ്ങനെ റോൾ ചെയ്ത് പോകുന്നുണ്ട്. ആണല്ലേ? ഓക്കെ. ഉം. സാധാരണ നമ്മൾ ഇൻസ്റ്റാ ലൈവ് വരുമ്പോ ലാലേട്ടനോട് ആൾക്കാരുടെ എന്താ പറയുന്നുണ്ട്. കമന്റ്സും ചോദ്യങ്ങളൊക്കെ ഉള്ളപ്പം അത് അവര് നമുക്ക് ഹായ്, അങ്ങോട്ട് അവരുമായിട്ട് മൈ നെയിം ഈസ് സംസാരിക്കാം. ജോസഫ് എന്ന് ഒരാൾ പറയുന്നുണ്ട്. കണ്ടിരിക്കും എന്ന് പറയുന്നുണ്ട്. ലാലേട്ടൻ എനിക്ക് ഒരു ഹൈ തരുമോ? മമ്മൂട്ടിയുടെ ഇടയിൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. മറ്റേ ഇല്ല, നമ്മുടെ അതെ. ലാലേട്ടൻ ഒരു ഹൈ തരുമോന്ന് ചോദിച്ചാൽ ഹൈ കൊടുക്കൂ. ഹായ് ഹായ് ഹൈ ഹായ് ഹൈ ഹായ്. ഹൈ ഹൈ ഹൈ. എന്താ ബോബിന് ചോദിക്കാൻ, ചാക്കോച്ചന് ചോദിക്കാനുള്ള? ചാക്കോച്ചൻ ആദ്യം വന്നു, അത് വീണ്ടും തിരുത്തി. ശരിക്കും ഞാൻ എന്താ വിളിക്കണ്ട അപ്പൊ? ചാക്കോച്ചൻ വിളിച്ചു, അല്ല, അല്ല അക്ഷയ എന്താ ബോബനെ വിളിക്കുന്നത് വിളിച്ച ശരിക്ക്? കുഴപ്പമില്ല, ലാലേട്ടൻ ഞാൻ ബോബനെ ചാക്കോച്ചാന്ന് വിളിച്ചാലും വിളിക്കണേ. കുഴപ്പമില്ല. അപ്പൊ ഞാൻ ചാക്കോച്ചാന്ന് വിളിക്കാന്. ശരി, ഞാൻ എപ്പോഴും ഓക്കെ. നേരെ പെട്ടെന്ന് ബോബിന്ന് വിളിക്കാറ്. പണ്ട് വലിയ പിന്നെ അങ്ങനെ ബോ- അതല്ലേ പേര്. ബോ- ബോബൻ അല്ല, ഇത് കുഞ്ചാക്കോ ബോബൻ രണ്ടുപേരും കൂടെ ഇട്ട് അപ്പന്റെ അപ്പൂപ്പന്റെ പേരാ. പുള്ളിക്കൊരു പേരില്ല. ഈ പുള്ളിക്കൊരു പേരില്ല. എനിക്ക് ഡിക്ക് ഒരു പേരിട്ട് തന്നിട്ടുണ്ട്, ചാക്കോ മാഷ് എന്ന്. ശരി, അപ്പൊ ചാക്കോച്ചൻ എന്താ ചോദിക്കാനുള്ള മമ്മൂട്ടിക്ക് അടുത്ത്? അല്ല, അതെ, പുള്ളി അല്ല, ഞാൻ പറഞ്ഞ പ്രേക്ഷകർക്ക് എന്താണ് ചോദിക്കാനുള്ളത് അത് നോക്കിയിട്ട് മമ്മൂക്ക പറയണമെന്നുള്ളതായിരുന്നു. അത് പറഞ്ഞ വിട്ടേക്ക്. ചോദിച്ചോളൂ. ചോദിക്ക്. ഇടക്കിടക്ക് ഹൈ കൊടുക്കും, ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞാനോ? ഹലോ 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 അല്ല. പ്രേക്ഷകനായിട്ട് ഞാൻ ചോദിക്കണോ? അതെ, എങ്ങനെ വേണം ചോദിക്കാം. ഓക്കെ. ഇതിൽ ആരാണ് ശരിക്കും ഹീറോ? ചാക്കോച്ചനോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു ചാക്കോച്ചനാണ് ഹീറോ. പാട്ട്, ഡാൻസ്, ഫൈറ്റ്, ഇപ്പൊ ഒരു ഡയലോഗ് ഒക്കെ ഉള്ള ആള് ചാക്കോച്ചനാ. ഡ്രൈവിംഗ്, റേസിംഗ്, എന്തെല്ലാം പരിപാടികളാണ്. അല്ല ലാലെ, നമുക്ക് ഈ പറയുന്ന അല്ല, പ്രത്യേകിച്ച് ഇതില് ഒന്നുമില്ല. ഇതിലെന്തറിയോ, ഇതിൽ എല്ലാവരും ഹീറോകൾ തന്നെയാണ്. എല്ലാവരും വില്ലന്മാരും തന്നെയാണ്. അങ്ങനെയാണല്ലോ, എല്ലാവരും എനിക്ക് ഹീറോകൾ തോന്നുന്നത് തന്നെയാണ്. ഒരു ശരിക്കും ഈ ജെൻസി ജനറേഷൻ ഉണ്ടല്ലോ, അവര് ശരിക്കും നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കുന്ന ഒരു സിനിമ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നതെന്ന് തോന്നുന്നു. തിയേറ്ററിൽ 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 കാണാം. ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ്, ഒരു പുതിയൊരു സിനിമ, നിങ്ങളൊരു കോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു ജെൻസി ജനറേഷൻ ആദ്യമായിട്ടായിരിക്കും തിയേറ്ററിലേക്ക് കാണാൻ പോകുന്നത്. അപ്പം ജെൻസി അവർക്ക് കഴിഞ്ഞിട്ട് വേറെ അടുത്തത് വന്നില്ലേ? ആണോ? ആൽഫയോ എന്താ? ഏതാണ്? ജൻ ആൽഫയോ? ജൻ ആൽഫ. എന്നാ പിന്നെ അവരും. അവര് അപ്പൊ എനിക്കൊന്ന് അവർക്കും കൂടെ കേറ്റർ ചെയ്യുന്ന ഒരു വിഷയവും കൂടെയാണ് നമ്മള് അല്ല, നമ്മുടെ സിനിമയില്. അവരിപ്പോ ഓൾറെഡി ഇപ്പൊ ജനിക്കുമ്പോഴേ ഇതുമായിട്ടല്ലേ വരുന്നേ ഓരോരുത്തർ. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ എപ്പോഴും അതുമായിട്ടാണല്ലോ നോക്കുന്നത്. അത് കൈ കൊടുത്തില്ല കരച്ചിലും ബഹളവും ഒക്കെ ഉണ്ട്. അപ്പോ അതല്ല, അവര് ഒരുപാട് സിനിമകള് നമ്മളെ പിന്നെ ചില റീലുകളും അല്ലെങ്കിൽ വീഡിയോകളോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവർക്ക് ആദ്യമായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് ആ ഏജിലുള്ള കുട്ടികൾ ഈ സിനിമ കാണാൻ താല്പര്യപ്പെടുന്നുണ്ടായിരിക്കാം. പിന്നെ അതിന്റെ ഒരു ചിലപ്പോ കണ്ടന്റ് വൈസും ഇത് ശരിക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയും കൂടെ ആണ്. ആ സിനിമ കാണുമ്പോഴേ എല്ലാരും ഫാമിലി മനസ്സിലാവുള്ളൂ. ആ എല്ലാരും ജനറേഷന് വേണ്ടിയിട്ടുള്ള ഒരു കഥ കൂടാണ് ഇതിന്റെ പുറകിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാ. എല്ലാ ജനറേഷനും, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും കുട്ടികളും എല്ലാവരും ഹലോ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അപ്പോ ഇനിയിപ്പോ ആളുകൾ ഹലോ സിനിമ കാണട്ടല്ലേ. ഹലോ, കേൾക്കാവോ? ഓഫായി പോയി. കേൾക്കാമോ? എനിക്ക് കേൾക്കാം. എനിക്ക്
കേൾക്കാം കേൾക്കാം കേൾക്കാം. ലാല് കേൾക്കാവോ? കുറച്ച് ബ്ലർ ആയിട്ടുണ്ട് ഇമേജ്. ഇടയ്ക്കൊന്ന് കട്ടായി വൈഫൈ കിട്ടിയോ? ഓക്കെ, കേൾക്കാവോ? അറിയില്ല, കേൾക്കാവോ? വൈഫൈ എന്തോ കട്ടായി. പക്ഷെ അത് ബ്ലർ ആയിട്ടുണ്ട്. ഐ ക്യാൻ ഹിയർ യു. നമുക്ക് കേൾക്കാം. ബ്ലർ ആയി പോകുന്നുണ്ട്. അപ്പൊ ഇനി എന്നാ ആളുകൾ സിനിമ കാണട്ടെ, ഹലോ, അതുവരെ നമുക്ക് കാത്തിരിക്കാം. ഹലോ, തീർച്ചയായിട്ടും കേൾക്കാവോ? കേൾക്കാം. പുള്ളി ഇടയ്ക്കൊന്ന് കട്ടായി. ലാലേട്ടന് കേൾക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം, ഇപ്പൊ ശരി. ആ, വൈഫൈ ഓക്കെ ഓക്കെ ഓക്കെ. എത്ര ദൂരെയാണ്? അതെ, വൈഫിനെ പിടിച്ച് അടുത്തിരുത്ത്. വൈഫൈ പറഞ്ഞിട്ട്. അല്ല, ഞാൻ പറയാം, അവർക്ക് കൂടെ വേണ്ടിയിട്ടുള്ള സിനിമ ആയതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ ഒരു വാലിഡേഷൻ ഈ സിനിമയ്ക്ക് ഉണ്ടാകുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നെന്ന് പറയായിരുന്നു. അതെ, അവരും കാണട്ടെ, എല്ലാവരും കാണട്ടെ, എല്ലാവരും കണ്ടിട്ട് വിവരം അറിയിക്കട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ എല്ലാവരും സിനിമ നാളെ കാണുക. പറഞ്ഞു നോക്കൂ, എല്ലാവരും ഓരോരോ ഭാഗത്തു നിന്ന്. പിന്നെ അപ്പൊ എല്ലാവരും നാളെ തീർച്ചയായിട്ടും അതൊരു തിയേറ്ററുകളിൽ ചെന്ന് കാണുക, നിങ്ങളെ അനുഗ്രഹിക്കുക, പ്രോത്സാഹിപ്പിക്കുക. നല്ല സിനിമയാണെങ്കിൽ അത് എല്ലാവരിലേക്കും അത് ആ ഒരു നല്ല വാർത്ത സ്പ്രെഡ് ചെയ്യുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സന്തോഷം കാരണം നമുക്ക് നമ്മുടെ ഉറങ്ങാൻ പറ്റാത്ത അതിന്റെ ഒരു ഒരു ദിവസങ്ങളും ആവട്ടെ. ഇതിനൊക്കെ കാണുമ്പോഴേ ഇതിന് വളരെ ഒരുപാട് പേർക്ക് ആ സിനിമ കാണാൻ ഒരു താല്പര്യമുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. പ്രോമിസിംഗ് ആണ് ബുക്കിംഗ്. അറിയാൻ സാധിച്ചത് അങ്ങനെയാണ്. അപ്പൊ അവര് കാണട്ടെ, കണ്ടിട്ട് പറയട്ടെ അല്ലേ? അങ്ങനെയാണല്ലോ, ആ സിനിമയുടെ കണ്ടിട്ട് ഒരു സിനിമ കണ്ടിട്ട് അത് ആ സിനിമയുടെ ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. അതെ, തീർച്ചയായിട്ടും അത് നല്ലൊരു അഭിപ്രായമായി മാറട്ടെ. അത് കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ മാത്രമല്ല, എല്ലായിടത്തും ആ സിനിമ ഒരു ചർച്ചാ വിഷയമായി മാറട്ടെ. പിന്നെ അതിന്റെ പേര് തന്നെ അങ്ങനല്ലേ, പേട്രിയോട്ട് എന്നല്ലേ? അതൊരു ഭയങ്കര പേരല്ലേ, വലിയൊരു വികാരമാണ്. അതെ അതെ. അതെ. അപ്പൊ അങ്ങനെ ചെയ്യാം. എല്ലാവർക്കും നല്ലതാവട്ടെ. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. അല്ല, അപ്പൊ കുറെ നാള് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കണ്ടപ്പോ കുറച്ചുകൂടെ സംസാരിക്കാൻ തോന്നുന്നു. അല്ലാതെ കാണുമ്പോ നിങ്ങളൊക്കെ ഓടിക്കളയില്ലേ? ഇതിപ്പോ എങ്ങോട്ട് ഓടിപ്പോകാൻ പറ്റില്ല. അപ്പൊ എല്ലാവിധ സ്നേഹം, പ്രാർത്ഥന തീർച്ചയായിട്ടും പ്രേക്ഷകരോടും അതേ വികാരം നല്ലൊരു സിനിമയായി മാറാൻ നിങ്ങളുടെയൊക്കെ ഒരു സഹായ സഹകരണം ഉണ്ടാകട്ടെ. സിനിമ ഇൻഡസ്ട്രിയുടെ വീല് കറങ്ങണമെങ്കിൽ ഇത്തരം സിനിമകൾ ഉണ്ടാകണം. ആ സിനിമ മുന്നോട്ട് പോകണം. എല്ലാ സിനിമകളും ഓടണം. അങ്ങനെയാണല്ലോ, എല്ലാ സിനിമകളും എല്ലാ സിനിമകളും ഓടുന്നതിന്റെ കൂടെ ഇത് നന്നായിട്ട് ഓടണം. അത് നമ്മുടെ ദുരാഗ്രഹം. അപ്പൊ ചാക്കോച്ചന്, ഞാൻ പ്രേക്ഷകന്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ ചാക്കോച്ചൻ എന്താണ് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്? ഞങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ ഇടിച്ചു കുത്തി കയറി കണ്ടിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഞാനും ഈ സിനിമ ഇന്ന് തന്നെ എനിക്ക് നേരത്തെ കാണാൻ പറ്റും ഈ സിനിമ. ഇല്ല, ഞാൻ രാത്രി കാണും, നിങ്ങൾ പകല് കാണും. അതെ, സമയം എല്ലാം ഒന്നായിരിക്കും, പക്ഷെ രാപകൽ മാറും. അതെ, നിങ്ങൾ പകല് കാണും, ഞാൻ രാത്രിയിൽ കാണും. അപ്പൊ നമുക്ക് സിനിമ കണ്ടിട്ട് പിടിക്കാം. അല്ല, അതിന് വേറെ മാറ്റങ്ങളും കണ്ടല്ലോ, രണ്ടും ഒരുപോലെ ആയിരിക്കത്തില്ലേ കാണുന്നത്? രാത്രിയും പകലും അല്ല, രാത്രി ഒരേ സമയമായിരിക്കും, പക്ഷെ രാപകൽ വ്യത്യാസം. അല്ല, സിനിമയിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല, കഥയിലും വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പൊ നല്ല ദിവസമായി മാറട്ടെ, നല്ല ഈവനിങ് ആയി മാറട്ടെ. വളരെ സന്തോഷകരമായിട്ട് നല്ല വാർത്തയുമായിട്ട് നാളെ ഉണ്ടാകട്ടെ. നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. ഓക്കെ മോനെ, ബൈ. ഗുഡ് മോർണിംഗ്. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഇവരെല്ലാം സംഭാഷണം കേട്ട് കഴിഞ്ഞാൽ ഇപ്പോഴും ആദ്യമായിട്ടൊരു സിനിമയിൽ അഭിനയിച്ചിട്ട് ആ സിനിമ എങ്ങനെയുണ്ട് എന്ന് കാത്തിരിക്കുന്ന പോലെ തോന്നും അല്ലേ? എത്രയോ സിനിമകൾ അഭിനയിച്ച ആളുകളാണ് ഇവരെല്ലാവരും. 3 പേരും. മമ്മൂട്ടിയും മോഹൻലാലും നേരത്തെ ഉണ്ടെങ്കിൽ തന്നെയും കുഞ്ചാക്കോ ബോബനൊക്കെ ഒരു പയ്യനായിട്ട് വന്നിട്ട് ഇത്രയും ഉയർന്ന നിലയിലെത്തിയല്ലോ. ഇപ്പം മമ്മൂട്ടിയും മോഹൻലാലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിണഞ്ഞ് ശ്രമിച്ച് സിനിമയിൽ വന്ന ആൾക്കാരാണ്. പക്ഷേ കുഞ്ചാക്കോ ബോബൻ അങ്ങനെയല്ല. അയാളൊരു സിനിമ കുടുംബത്തിൽ നിന്ന് അയാളെ തിരഞ്ഞെടുത്ത് സിനിമയിലേക്ക് അനീതി പ്രാവി എന്ന സിനിമയിൽ കൊണ്ടുവന്നിട്ട് ആ പടം സക്സസ്സായി, ഫാസിലിൻ്റെ പടം. അങ്ങനെ അയാൾ രക്ഷപ്പെട്ടു വന്ന ഒരാളാണ്. മറ്റുള്ള ഇവർ രണ്ടുപേരുടെ മാതിരിയല്ല.
എന്നാലും ഇപ്പോഴും ഇവർക്ക് ഇത്രയും പടങ്ങൾ അഭിനയിച്ച ആൾക്കാർ ഇപ്പോഴും ആകാംക്ഷയോടെ ഈ പടം വിജയിക്കുമോ എന്നുള്ള ടെൻഷനിലിരിക്കുകയാണ്. ഇതിൻ്റെ മനുഷ്യൻ്റെ കാര്യം എത്ര ഇതുണ്ടായാലും നമുക്ക് പിന്നെയും ഒരു ഭയമാണ്. ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന എല്ലാ സമ്പത്തുണ്ട്, അതുപോലെ പ്രശസ്തിയുണ്ട്, എല്ലാം ഉണ്ട്. സിനിമ ഇൻഡസ്ട്രി ഇവരെ കൈവിടാതെ ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഈ പടം വിജയിച്ചില്ലെങ്കിൽ ഇവരെ തള്ളിക്കളയില്ല, എന്നാലും ഭയമാണ്. അപ്പോൾ അതാണ് ആ മനുഷ്യൻ്റെ ഒരു അവസ്ഥ. ഇപ്പോൾ ഇവർ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ എന്ന് നമ്മൾക്ക് തോന്നില്ല, കാരണം ഇവർ സെലിബ്രിറ്റികളാണ്. പക്ഷേ ഇവർ ശരിക്കും പറഞ്ഞ സാധാരണക്കാരെ പോലെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. നമ്മളെപ്പോലെ തന്നെയുള്ള ഒരു മനുഷ്യരാണ് ഇവരും എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടായാൽ തന്നെ ഇവർക്ക് പുറത്തിറങ്ങി നടക്കാം. ഇതില്ലാത്തത് കൊണ്ടാണ് ഇവർക്ക് പുറത്തിറങ്ങി. മനുഷ്യർക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. കാരണം ഇവർ അഭിനയിക്കുന്ന ആ കഥാപാത്രങ്ങളായിട്ടാണ് ഇവരൊക്കെ ജനങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇവർ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ജനങ്ങൾ തിരിയുന്നു, ഇവർക്കെതിരെ തിരിയുന്നു. കാരണം ജനങ്ങൾ മനസ്സിൽ വെച്ച് ആരാധിക്കുന്നത് ഇവരെ ഒരു കഥാപാത്രങ്ങളാണ്. അപ്പോൾ എല്ലാവരെയും നല്ലവരായിട്ട് സമൂഹത്തിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഇവരൊക്കെ അഭിനയിക്കുന്നത്. അതുകൊണ്ടുള്ള ജനങ്ങൾ ഇവരെ തോളിലേറ്റി കൊണ്ട് നടക്കുന്നത്. ഇതിന് വിഭിന്നമായി ഇവരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ജനങ്ങൾ പ്രതികരിക്കുകയും ചെയ്യും. അപ്പോൾ ഇവരിപ്പോൾ പുതിയ സിനിമ, ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികളാണ് ഇവർ. പുതിയ സിനിമയുടെ വിജയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികളാണ് ഇവർ.